ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റാങ്ക് മിഷൻ PSC. ഇപ്പോൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ചെറിയൊരു ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധഃപതനത്തിനു കാരണമായ ഡക്കാൻ നയം സ്വീകരിച്ച ഭരണാധികാരി? ഔറംഗസീബ്. അടുത്ത ചോദ്യം, 1540 ഷേർഷാ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ യുദ്ധം? കനൗജ് യുദ്ധം. മൂന്നാമത്തെ ചോദ്യം, ബാബർ റാണ സംഗയെ പരാജയപ്പെടുത്തിയ യുദ്ധമേതാണ്? ഖൻവ യുദ്ധം. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്ക്. PSCയുടെ എക്സാമുകളിലെ സ്ഥിരം ക്വസ്റ്റ്യനാണിത്. അടുത്ത ചോദ്യം, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം? 1602. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഫാക്ടറി സ്ഥാപിച്ചത് ആരാണ്? ഫ്രാൻസിസ് കാരോൺ. ഉത്തരം ഫ്രാൻസിസ് കാരോൺ. അടുത്ത ചോദ്യം, പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി പ്രഭു. ഔറംഗാബാദ് പട്ടണത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാലിക് അംബർ. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? പാരീസ് ഉടമ്പടി. മറാത്തയിലെ പേഷ്വ ഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഹേസ്റ്റിംഗ് പ്രഭു. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ്. അടുത്ത ചോദ്യം, മൈസൂരിനെ പഴയ വോഡയാർ രാജവംശത്തിന് ബ്രിട്ടീഷുകാർ തിരികെ നൽകിയത് ഏതു വർഷം? 1881. അടുത്ത ചോദ്യം, ജൂത വൈസ്രോയി എന്നറിയപ്പെട്ടത് റീഡിംഗ് പ്രഭു. കഴ്സൺ പ്രഭുവിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ട ക്ഷാമ കമ്മീഷൻ ഏത്? സർ ആൻ്റണി മക്ഡൊണൽ കമ്മീഷൻ. പഞ്ചാബിൻ്റെ രക്ഷകൻ എന്നറിയപ്പെടുന്ന വൈസ്രോയി സർ ജോൺ ലോറൻസ്. രണ്ടാം ഫാക്ടറി നിയമം പാസാക്കിയ വൈസ്രോയി ലാൻഡ് ഡൗൺ പ്രഭു. തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആര്? വില്യം ബെൻഡിക് പ്രഭു. ദീപാവലി പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി ഇർവിൻ പ്രഭു. ഡൽഹിയിലെ സുൽത്താൻ ഭരണത്തിലെ സൈനിക വകുപ്പിൻ്റെ പേര് ദിവാനി ആർസ്. ആൻഡമാനിൽ വച്ച് വൈസ്രോയി മേയയെ കൊന്നത് ഷേർ അലി അഫ്രീദി. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാനായ അക്ബർ എന്നറിയപ്പെട്ടത് മൗലാന അബ്ദുൽ കലാം ആസാദ്. തുഗ്ലക്കാബാദിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസ്. അടുത്ത ചോദ്യം, ഗാന്ധിജി രാജർഷി എന്ന് വിളിച്ചത് PD ടണ്ടൻ. ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു NG റാനഡെ. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഗവർണർ ജനറൽ LN ബറോ. ലോകഹിതവാദി എന്നറിയപ്പെട്ടത് ഗോപാൽ ഹരി ദേശ്മുഖാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സിവിൽ സർവീസ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആര്?
സുരേന്ദ്രനാഥ ബാനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുദ്ധവും സമാധാനവും നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. അടുത്തത്, ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? മദൻ മോഹൻ മാളവ്യ. സ്വരാജ് പാർട്ടി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1923. 1923 സ്വരാജ് പാർട്ടി സ്ഥാപിക്കപ്പെട്ടത്. ജുനഗഡ് ഇന്ത്യ യൂണിയനിൽ ചേർന്ന വർഷം ഏതാണ്? 1948. ലാഖ് ബക്ഷ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. പൂർണ്ണ സ്വരാജ് അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ ആര്? DK കാർവേ. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആര്? ദാദാഭായ് നവറോജി. ആത്മശക്തി എന്ന ആശയം ആരുടേതാണ്? രവീന്ദ്രനാഥ ടാഗോർ. വിജയത്തിൻ്റെ സംഘാടകൻ എന്നറിയപ്പെട്ടത് സർ ജോൺ ലോറൻസ്. ബംഗാളിൻ്റെ രണ്ടാം വിഭജനം നടന്നത് ഏതു വർഷമാണ്? 1947. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ശുദ്ധി പ്രസ്ഥാന സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷത്തിലാണ്? 1943. 1947 ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ജോൺ മത്തായി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. അവസാനത്തെ ചാർട്ടർ നിയമം പാസാക്കിയത് എന്ന്? 1853. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവായിരുന്നു ഡാഷ്. രാജ്കുമാർ ശുക്ല. യുവ ബംഗാൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഹെൻറി വിവിയൻ ഡെറോസിയോ. ഏത് സ്ഥലത്തെ 1857 കലാപത്തെയാണ് ബീഗം ഹസ്രത്ത് മഹൽ നയിച്ചത്? അവധ്. അവധ് എന്ന സ്ഥലത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് ബീഗം ഹസ്രത്ത് മഹൽ നയിച്ചത്. ആഗസ്റ്റ് വാഗ്ദാനം നൽകിയ വൈസ്രോയ് ആര്? ലിൻലിത്ഗോ. യുഗദീഷ്പൂരിൽ 1857 കലാപം നയിച്ചത് ആരാണ്? കൻവർ സിംഗ്. തീർത്ഥാടകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഹുയാൻ സാങ് ആണ്. അടുത്ത ചോദ്യം, തേബാഗ കർഷക സമരം നടന്നത് എവിടെയാണ്? ഉത്തരം ബംഗാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മറാത്ത മാക്കിവെല്ലി എന്നറിയപ്പെടുന്നത് ആര്? നാനാ ഫട്നാവിസ്. ഇൽബർട്ട് ബിൽ വിവാദകാലത്തെ വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു. ഗിൽജി വംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം ഏതാണ്? പോണ്ടിച്ചേരി. ദക്ഷിണേന്ത്യയിലെ വിദ്യാസാഗർ എന്നറിയപ്പെടുന്നത് വീരേശലിംഗം പന്തലുവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1857 കലാപത്തെ
ദേശീയ കലാപം എന്നു വിശേഷിപ്പിച്ച ഒരേയൊരു യൂറോപ്യൻ ആരാണ്? ഉത്തരം ബെഞ്ചമിൻ ഡിസ്രേലി. PSCയുടെ നിരവധി തവണത്തെ ആവർത്തന ചോദ്യങ്ങളിലൊന്നാണിത്. അതായത് 1857 കലാപത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച യൂറോപ്യൻ ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ടിബറ്റിലെ യങ് ഹസ്ബൻഡ്സ് ദൗത്യം പോയത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? ഉത്തരം കഴ്സൺ പ്രഭു. സംഗത് സഭ സ്ഥാപിച്ചതാര്? കേശവ് ചന്ദ്ര സെൻ. അടുത്ത ചോദ്യം, ചുവന്ന കുപ്പായക്കാർ എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 1857 വിപ്ലവത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ആര്? മംഗൾ പാണ്ഡെ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ SP സിൻഹയാണ്. SP സിൻഹയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ. മാഹിയെ ഫ്രഞ്ചുകാരിൽ നിന്നും മോചിപ്പിക്കാനായി നടത്തിയ സമരത്തിന് നേതൃത്വം നൽകിയത് ആരെ? IK കുമാരൻ മാസ്റ്റർ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ ഇനി പറയാൻ പോകുന്നവയാണ്. 1763 മുതൽ 1800 വരെ ബംഗാളിൽ നടന്ന സന്യാസി കലാപം. അടുത്തത് 1776 മുതൽ 1777 വരെ ഫക്കീർ കലാപം ബംഗാളിൽ നടന്നു. 1824 മുതൽ 1829 വരെ കർണാടകയിൽ കിട്ടൂർ കലാപം അരങ്ങേറി. 1860 മുതൽ 1872 വരെ പഞ്ചാബിൽ കൂക്ക കലാപം. 1806 തമിഴ്നാട്ടിൽ വെല്ലൂർ കലാപം. 1846 മുതൽ 1855 വരെ ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ ഗോണ്ട് കലാപം. 1855 മുതൽ 1856 വരെ കിഴക്കേ ഇന്ത്യയിൽ സാന്താൾ കലാപം. 1895 മുതൽ 1901 വരെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ മുണ്ട കലാപം. ഇത്രയുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യകാലത്തെ ചെറുത്തുനിൽപ്പുകൾ. ഇന്ത്യ ചരിത്രത്തിലെ വളരെ പരിമിതമായ ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ചെറിയ സമയത്തിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്പീഡ് അല്പം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ആൻഡ് എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ കറക്റ്റ് സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. നല്ലൊരു ടോപ്പിക്കുമായിട്ട്, ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.